ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നഹ്മദുല്ലാഹ വനുസല്ലി വനുസല്ലിമു അലാ റസൂലില്ലാഹ് സയ്യിദിനാ വഹബീബിനാ വഇമാമിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണത്തിലൂടെയും പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വിശദീകരണത്തിലൂടെയും നമ്മൾ നോക്കും. ഇത് ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളുടെയും ഒരു വിഷയം തന്നെയാണ്. മതം ഒരു ദൈവത്തെ നിർമ്മിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങളും ദൈവങ്ങളും മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു എന്ന് വയലാർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലുള്ള ദൈവവും മതങ്ങൾ സൃഷ്ടിച്ച ദൈവവും രണ്ടായിരുന്നു. യഥാർത്ഥത്തിലുള്ള ദൈവം ഈ പ്രപഞ്ചമാസകലം കരുണയോടെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു മഹാശക്തി ആയിരിക്കെ, മതങ്ങൾ ആ ദൈവത്തെ തങ്ങളുടെ നിറവും തങ്ങളുടെ ഭാവങ്ങളുമുള്ള ഒരു മതമേധാവിയാക്കിയാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മതത്തിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ച ആളുകളൊക്കെയും എത്തിപ്പെട്ടത് മത ദൈവത്തിലായിരുന്നു, യഥാർത്ഥ ദൈവത്തിലേക്ക് ആയിരുന്നില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അള്ളാഹു എന്ന് പറയുന്നത് ഒരു മുസ്ലിം ദൈവവും, ക്രിസ്ത്യാനികൾക്ക് യഹോവ എന്നോ കർത്താവെന്നോ പറയുന്നത് ഒരു ക്രൈസ്തവ ദൈവവും, ഹിന്ദുക്കൾക്ക് ബ്രഹ്മാവെന്നോ വിഷ്ണുവെന്നോ ശിവനെന്നോ പറയുന്നത് ഒരു ഹിന്ദു ദൈവവുമായി മാറി. ഇതെല്ലാ മറ്റ് മതങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിനുള്ള വഴി ഇന്ന് നമ്മൾ ഖുതുബയിൽ പറഞ്ഞതുപോലെ അവനവനിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഞാനെന്ന് പറയുന്ന ഒരാൾ ഒരു മതത്തിൽ ജനിച്ചു, ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ചു. എൻ്റെ കൂടെ അതേ കാലത്ത് ഞാൻ ജനിക്കുന്ന അതേ ദിവസം അതേ സമയത്ത് മറ്റൊരു കുട്ടി ജനിച്ചു. ആ കുട്ടി ഹിന്ദു വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടിയാണ്. അതേ സമയത്ത് മറ്റൊരു കുട്ടി ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നുണ്ട്, അതായത് ക്രൈസ്തവ മാതാപിതാക്കൾക്ക് ജനിക്കുന്നുണ്ട്. ഒരേ സമയത്ത് വ്യത്യസ്തങ്ങളായ വീടുകളിൽ വ്യത്യസ്തങ്ങളായ കുഞ്ഞുകൾ പിറക്കുന്നത് അവരറിയാതെ ഒരു മത ചിഹ്നങ്ങളിലേക്കാണ്. ഞാൻ ജനിച്ച ഉടനെ എൻ്റെ വേണ്ടപ്പെട്ടവരെന്നെ എടുത്ത് എൻ്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചു. ഹൈന്ദവ വീട്ടിൽ പിറന്ന കുഞ്ഞ് ഉടൻ തന്നെ നക്ഷത്രവും ജാതകമൊക്കെ എഴുതി പരിശോധിക്കപ്പെട്ടു. ക്രൈസ്തവ വീട്ടിൽ ജനിച്ച കുഞ്ഞ് തിരുമധുരം നൽകപ്പെടുകയും അങ്ങനെ ക്രൈസ്തവ സ്വഭാവത്തിൽ ആയിത്തീരുകയും ചെയ്തു. ഇവിടെ ഈ മൂന്ന് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ വീടുകളിൽ ജനിച്ച കുഞ്ഞുങ്ങളിൽ ഏത് കുഞ്ഞിനോടാണ് ദൈവം കൂടുതൽ കരുണ കാണിച്ചത്? മുസ്ലിങ്ങൾ പറയും ഇസ്ലാമായി പിറന്ന കുഞ്ഞിനോട്. ക്രൈസ്തവർ പറയും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുഞ്ഞ് ക്രിസ്ത്യാനിയായി ജനിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് പ്രത്യേകമായ സ്നേഹം അല്ലെങ്കിൽ പരിഗണന നൽകുന്നത് മറ്റു കുഞ്ഞുങ്ങളെ അവഗണിക്കുന്നതിന് തുല്യമാണല്ലോ. ഇത് ദൈവത്തിൽ നിന്നുണ്ടാകാൻ പാടുണ്ടോ? അപ്പോൾ
വ്യത്യസ്തങ്ങളായ വീടുകളിൽ വ്യത്യസ്തങ്ങളായ ചുറ്റുപാടുകളിൽ ഒരു കുഞ്ഞ് നിരപരാധിയായി അവൻ അറിയാതെ ജനിക്കുന്നു എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ മഹത്വത്തിനോ നിന്ദതയ്ക്കോ കാരണമാകാവതല്ല. പക്ഷേ അങ്ങനെയായി തീർന്ന് ആ കുഞ്ഞ് അങ്ങനെ വളരുന്നു, അങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്നു, ആ കുഞ്ഞൊരു മതത്തിൻ്റെ ഭാഗമായി തീരുന്നു. അങ്ങനെ ഈ ജനിച്ച ആളുകളൊക്കെ മരിക്കുന്നു. മരിച്ചാൽ എങ്ങനെയാണ് സ്രഷ്ടാവായ ദൈവം ഇവരെ വിചാരണക്കെടുക്കുക? വിചാരണക്കെടുക്കുന്നത് മതകീയാടിസ്ഥാനത്തിനാണെങ്കിൽ മുസ്ലിങ്ങൾ പറയും, മുസ്ലിമായ ആള് എന്ത് തെറ്റ് ചെയ്താലും അവസാനം അയാൾക്ക് പുറത്തു കൊടുക്കും, അയാളുടെ എല്ലാ നന്മകളും പടച്ചോൻ കൂടുതലായി പരിഗണിക്കും, ഇരട്ടിയായി കൂലി കൊടുക്കും, അങ്ങനെ അയാളെ സ്വർഗത്തിലേക്ക് അയക്കും. മറ്റുള്ളവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാരണം അവർ ഈ മതത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അവരെത്ര ജീവിതത്തിൽ പുണ്യം ചെയ്താലും അതൊന്നും പടച്ചോൻ പരിഗണിക്കൂല, അയാൾ നരകത്തിൽ പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് സാക്ഷാൽ മതദൈവം. ഇതെങ്ങനെയാണ് നീതിയാവുക? ഒരാൾ ഹിന്ദു വീട്ടിൽ പിറന്നു, അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, മരിച്ചുപോയി. പക്ഷേ ഈ മുസ്ലിം പറയുന്നു അയാൾ ഹിന്ദു ആണ് എന്ന ഒരൊറ്റ കാരണത്താൽ നരകത്തിൽ പോകും. അയാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ഗാന്ധിജി ആണെങ്കിൽ പോലും. അപ്പോൾ ഇയാളെ ഹിന്ദുവായി ജനിപ്പിച്ചതാരാ? അയാൾ അപേക്ഷ കൊടുത്തിട്ടില്ല, അയാൾ ഓപ്റ്റ് ചെയ്തിട്ടില്ല, അയാളുടെ ചോയ്സേ ആയിരുന്നില്ല. പിന്നെ അയാളെ എങ്ങനെ നരകത്തിലേക്ക് അയക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒക്കെ കൂടെ ഹിന്ദു കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ 40, 50, 60 ഒക്കെ വയസ്സായ ആളുകളാണ്. നിങ്ങളോടൊപ്പം തന്നെ അവരും വളർന്നു, അവർ നിങ്ങളൊക്കെ ജീവിക്കുന്ന പോലെ കുടുംബമായിട്ട് ജീവിക്കുന്നു. അവരുടേതായ മാതാപിതാക്കളെയൊക്കെ ശുശ്രൂഷിച്ചും അല്ലാതെയും ഒക്കെ അവർ ജീവിക്കുന്നു. നിങ്ങളെപ്പോലെ അവരൊരു ദിവസം മരിക്കും. നിങ്ങളെയും അവരെയും വിചാരണ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രിവിലേജ് നൽകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അത് നീതിയാണോ അനീതിയാണോ? അനീതിയല്ലേ? അപ്പോൾ ഈ അനീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവം അനീതി പ്രവർത്തിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അനീതി പ്രവർത്തിക്കുന്ന ആളെങ്ങനെയാണ് ദൈവമായി തീരുക? അനീതി സംഭവിക്കുമ്പോൾ ദൈവമാകാൻ യോഗ്യത നഷ്ടപ്പെടുകയല്ലേ? അപ്പോൾ ഈ വിശ്വാസത്തിൽ കാതലായ പ്രശ്നമുണ്ട്. മുസ്ലിമാകുന്നു, ഹിന്ദുവാകുന്നു, ക്രിസ്ത്യാനിയാകുന്നു എന്നത് 99% മനുഷ്യരുടെയും ചോയ്സ് അല്ല, അയാൾക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്. എത്ര ശതമാനം ആളുകൾ മതം മാറിയിട്ട്, അതും ബോധപൂർവം പഠിച്ച് ഇതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് മതം മാറിയ എത്ര ആളുകളുണ്ടാവും ഇന്ന് സ്റ്റിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്ത്? മതവിശ്വാസികളെ 1% പോലും ഉണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ ബൈബർത്ത് അങ്ങനെ ആയിത്തീർന്നതാണ്. അക്കാരണത്താൽ ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തികഞ്ഞ നീതിയാണ്. നീതിയുടെ ഒരു മാനദണ്ഡം വെച്ചും അത് നമുക്ക് വിലയിരുത്തുക സാധ്യമല്ല. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ചുള്ള വിശ്വാസം അർത്ഥവത്താകുന്നത്. ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ നീതിയിലുള്ള വിശ്വാസം. നീതിയിൽ നിന്ന് കടുകിട മാറി ദൈവം ഒരു കാര്യത്തെയും സമീപിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഇങ്ങനെ വിശ്വസിക്കുമ്പോഴേ നമുക്ക് നീതി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 തരം നീതിയല്ലേ? നിങ്ങൾ മദ്രസകളിൽ പഠിച്ചവരാണല്ലോ എല്ലാവരും. 5ാം തരം വരെയും 10ാം തരം വരെയും അറബി കോളേജിലൊക്കെ പഠിച്ചവർ കൂട്ടത്തിലുണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് നീതിബോധം ഉണ്ടാവുക? വീട്ടിൽ നീതി പാലിക്കണമെന്ന്, നാട്ടിൽ നീതി പാലിക്കണമെന്ന്, മനുഷ്യർക്കിടയിൽ നീതി പാലിക്കണമെന്ന്, പ്രകൃതിയോട് നീതി പാലിക്കണമെന്ന് നമുക്ക് തോന്നാത്തത് അള്ളാഹുവിൻ്റെ നീതിയിലുള്ള വിശ്വാസം നമ്മിലില്ല, നമ്മിൽ ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇനി അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കൂ. നിങ്ങൾ
ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ ആരാധനാ രീതികളും മനുഷ്യരൊക്കെ ഉണ്ട്. ആരാധനാ ആലയങ്ങളുണ്ട്. ആരാധനാലയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെയോ അതിനേക്കാൾ കഠിനമായോ ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്നവരുണ്ട്. എത്രയോ ആളുകൾ പാതിരാക്ക് എഴുന്നേറ്റ് ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച ജുമുഅക്ക് വരുന്നു പള്ളിയിൽ, ഞായറാഴ്ച കുർബാനയിൽ ഞായറാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. എല്ലാ മതത്തിലും അവരവരുടേതായ ആരാധനകളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ട്. അവരൊക്കെ എന്തിനാ പള്ളി പോകുന്നത്, എന്തിനാ ചർച്ചിൽ പോകുന്നത്, എന്തിനാ അമ്പലത്തിൽ പോകുന്നത്, എന്തിനാ സിനഗോഗിൽ പോകുന്നത്, ഗുരുദ്വാരയിൽ പോകുന്നത്, എന്തിനാ പോകുന്നത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ പോകുന്നത് എന്തിനും അതിനു വേണ്ടി തന്നെയല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? ഈശ്വര സാക്ഷാത്കാരത്തിന്, പടച്ചോന്റെ തൃപ്തിക്ക് അല്ലേ? അവര് പോകുന്നത് എന്തിനാ? ഈശ്വര സാക്ഷാത്കാരത്തിന്, പടച്ചോന്റെ തൃപ്തിക്ക്. അല്ലാതെ നാട് മുടിഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു അമ്പലത്തിൽ പോവോ? ഈ ലോകം നശിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ചർച്ചിൽ പോവോ? ഇല്ലല്ലോ. ഈശ്വര സാക്ഷാത്കാരത്തിനല്ലേ ഇവരൊക്കെ അമ്പലത്തിലും ചർച്ചിലും സിനഗോഗിലും പോകുന്നത്. അവിടെ ചെയ്യുന്നത്, അവര് ചെയ്യുന്നത് അവരുടെ വിശ്വാസപ്രകാരം ശരിയല്ലേ? നമ്മൾ സുജൂദ് ചെയ്യുന്നു, അവര് സാഷ്ടാംഗം നമിക്കുന്നു, അവര് ശയന പ്രദക്ഷിണം ചെയ്യുന്നു. നമ്മൾ കഅബയിൽ പോയിട്ട് ഇങ്ങനെ ചുറ്റുന്നു, അവരമ്പലത്തെ ഇങ്ങനെ ചുറ്റുന്നു. നമ്മൾ കഅബയിൽ പോയിട്ട് തലമുണ്ടനം ചെയ്യുന്നു, ഇവർ പളനിയിൽ പോയിട്ട് തലമുണ്ടനം ചെയ്യുന്നു. ആലോചിച്ച് നോക്കിയേ, എന്താ വ്യത്യാസമുള്ളത്? എന്തിനാണ് നമ്മളത് തെറ്റാണെന്ന് പറയുന്നത്? എന്തിനാണ് നമ്മളവർ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നത്? അവരെ വെറുക്കാൻ നമുക്ക് എന്താണ് ന്യായമുള്ളത്? ആലോചിച്ച് നോക്ക്. അവർ ബിംബാരാധന നടത്തുന്നു. അവർ ബിംബാരാധന നടത്തുന്നത് തെറ്റായ ആരാധനാ സമ്പ്രദായമാണെന്ന് അവരുടെ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. അവർ പറഞ്ഞോട്ടെ, നമ്മുടെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അത്രയല്ലേ ഉള്ളൂ. അത്ര കണ്ട പോലെ. ഇതിനകത്ത് ചെയ്യുന്ന ദുരാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അത്ര അളവിൽ അവിടെ ഉണ്ടോ? അപ്പൊ എന്തിനാണ് നമ്മൾ വെറുതെ മറ്റുള്ളവരെ വിധിക്കുന്നത്? നമുക്ക് നമ്മുടെ ഒരു കുലദൈവം എന്ന സങ്കല്പത്തിലേക്ക് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? എല്ലാ മനുഷ്യന്മാരും അമ്പലത്തിൽ പോകുന്നത്, എല്ലാ മനുഷ്യന്മാരും പള്ളിയിലും മസ്ജിദിലും പോകുന്നത് അവരവരുടെ നന്മയ്ക്കും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ്. മുസ്ലിങ്ങളെല്ലാവരും പള്ളിയിൽ പോയിട്ട് ആരും അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ലോകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. എല്ലാ മനുഷ്യർക്കും നന്മ വരുത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ മുസ്ലിമും പള്ളിയിൽ പോയിട്ട് അവരറിയാതെ പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ നന്മയ്ക്കാണ്. എല്ലാ ഹിന്ദുക്കളും പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. ഓം ശാന്തി 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 എന്ന 3 ശാന്തി മന്ത്രങ്ങൾ ചൊല്ലാതെ ഒരു ശ്ലോകവും പ്രാർത്ഥനാ ശ്ലോകവും ചൊല്ലാൻ പാടില്ല. ഒരു പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലിയാൽ ഉടൻ തന്നെ ഓം ശാന്തി 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 വരണം. ക്രിസ്ത്യാനികൾ പോയിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ ഇഷ്ടം നടക്കട്ടെ, നിന്റെ രാജ്യം വരണമേ. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ അവരെ വെറുക്കുന്നത്? എന്തിനാണ് നമ്മൾ അവർ ചീത്തയാണെന്ന് പറയുന്നത്? അവരൊക്കെ നരകത്തിലേക്കാണ് പോവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് നമ്മൾ നമ്മളുടെ മനസ്സ് ദുഷിപ്പിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? ആളുകൾ എന്തോ പറയട്ടെ, മുസ്ലിയാക്കന്മാരെന്തോ, അത് അവരുടെ ജോലിയാണ്, അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷെ നമ്മളൊന്ന് അറിയേണ്ടത്, എല്ലാ മനുഷ്യരും നന്മയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ മതങ്ങളും അതിൻ്റെ ആദി രൂപത്തിൽ, അതിൻ്റെ ആദി വിശുദ്ധിയിൽ, എല്ലാ മതങ്ങളും അതിൻ്റെ ആദിമ വിശുദ്ധിയിൽ, ആദി രൂപത്തിൽ ഏറ്റവും നല്ലത് മാത്രമാണ് മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്. കലർപ്പുകൾ പിൽക്കാലത്ത് കൂടി കലർന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴും സാധാരണക്കാരായ
മനുഷ്യർ 99% ആളുകളും ഈ നല്ലത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റാരെയും മാറ്റിവെക്കാനോ മറ്റാരെയും വിധിക്കാനോ ഒന്നും യാതൊരു അധികാരമില്ല. അല്ലാഹു തആല പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും ഖുർആനിൽ ഇടയ്ക്കിടെ പറയും, വല്ലാഹു യഹ്കുമു ബൈനഹും ഫീമാ വല്ലാഹു യഹ്കുമു ബൈനക്കും ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ. നിങ്ങൾക്ക് അഭിപ്രായമുള്ള കാര്യങ്ങളിലൊക്കെ പടച്ചോൻ പിന്നീട് വിധി പറയും, നിങ്ങൾ വിധി പറയാൻ നിൽക്കണ്ട. അതാണ് എൻ്റെ അർത്ഥം. പടച്ചോൻ വിധി പറയും, നിങ്ങൾ വിധി പറയാൻ നിൽക്കണ്ട. അവർ നരകത്തിലാണ്, അവരങ്ങോട്ട് പോവാണ്, അവർ കാഫിര്യങ്ങളാണ്, മുശ്രിക്കാണ്, ഇങ്ങനൊന്നും വിധി പറയാൻ നിൽക്കണ്ട. ഒരു മനുഷ്യനും ദേവാലയത്തിൽ പോകുന്നത് അവൻ്റെയും ലോകത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയല്ലാതെ അല്ല. എല്ലാവരും നിങ്ങൾ വെറുതെ ഒന്ന് പോയി ഇരുന്ന് നോക്കണം. ഏതെങ്കിലും ഇവിടെയൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, നമുക്കറിയില്ല ഈ ലോകത്തെക്കുറിച്ച് നമുക്കറിയില്ല. എന്താണ് മറ്റു മതങ്ങളിൽ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ബൈബിൾ വായിച്ച ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? വായിച്ചിട്ടില്ല. ഗീതയോ ഉപനിഷത്തുകളോ വായിച്ചവരുണ്ടോ? വായിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് അവരുടെ പ്രാർത്ഥനകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും ചർച്ചയിൽ പോയിട്ട് എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗുരുദ്വാരയിൽ പോയിട്ടുണ്ടോ? ഇല്ല. നമ്മളെ പള്ളിയിൽ പോയിട്ട് മുസ്ലിയാക്കന്മാരുടെ അട്ടഹാസം മാത്രം കേട്ട് തിരിച്ചു വന്നിട്ട് പറയും ഇവരൊക്കെ നരകത്തിലാണ്. എന്തുമേൽ ക്രൂരമായിട്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. എത്ര വിശുദ്ധമായിട്ടാണ് മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നതെന്നറിയോ? ഈ ഗുരുദ്വാരയിലൊക്കെ പോയാൽ നമുക്ക് കാണാം, നമ്മുടെ ചെരുപ്പടക്കം തുടച്ച് വൃത്തിയാക്കി തരുന്ന ആളുകൾ. അവിടെ അവർ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ പറയും നമുക്ക് മാത്രമേ സക്കാത്തുള്ളൂ. അങ്ങനെയാണ്, നമുക്ക് മാത്രമേ സക്കാത്തുള്ളൂ എന്നൊക്കെ പറയും. 10% ദശാംശം കൊടുക്കണം സിഖുകാർ. അവരധ്വാനിക്കുന്നതിൻ്റെ 10% കൊടുത്താലേ അവർക്ക് പിന്നെ ഗുരുദ്വാരയിൽ പ്രവേശനം ഉണ്ടാവുള്ളൂ. 10% കൊടുക്കണം. നമുക്ക് മാത്രമേ സക്കാത്തുള്ളൂ. നമ്മൾ വലിയ മേനി നടക്കും 2.5% കൊടുത്തിട്ട്, അതും നേരം വണ്ണം കൊടുക്കില്ല. 10% കൊടുക്കണം. യഹൂദർക്ക് 10% കൊടുക്കണം. എല്ലാ മതത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാതെ പോവാണ്. എന്നിട്ട് നമ്മളെന്തോ ഊതി ഊർപ്പിച്ച ബലൂൺ പോലെ നമ്മളിങ്ങനെ സ്വയം എന്തൊക്കെ അഭിമാനിക്കുന്നു. എല്ലാ മതങ്ങളിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ജ്ഞാനപരമായ കാര്യങ്ങളുണ്ട്, ധാർമ്മികമായ കാര്യങ്ങളുണ്ട്. പാലിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് മറ്റൊരു വിഷയം. നമ്മൾ പാലിക്കുന്നുണ്ടോ? അപ്പോൾ ആരെയും നമ്മൾ വിധിക്കണ്ട. നമ്മൾ പോകുമ്പോൾ ഇവരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ സ്വർഗത്തിൽ. നരകം എന്ന് പറയുന്നത് അള്ളാഹു വളരെ കുറച്ച് ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ ഈ ഒരു മുആവിയയും യസീദും ഫിറോനും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കണ്ടവനെ പിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല പടച്ചവൻ. നമ്മൾ കുട്ടികളോട് പറയില്ലേ, സ്കൂളിലൊക്കെ പോകുമ്പോൾ നീ എങ്ങാനും 10ാം ക്ലാസ്സിൽ തോറ്റിട്ടെങ്കിൽ വന്നാൽ നിൻ്റെ കാലും മുട്ടി ഞാൻ തല്ലി ഓടിക്കും എന്ന് പറയില്ലേ? തല്ലി ഓടിക്കാനാണോ പറയണത്? അല്ല, അവന് വിജയിക്കാനുള്ളൊരു ത്വര ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയും നീ വിജയിച്ചാൽ നിനക്ക് ബൈക്ക് വാങ്ങിത്തരും. വിജയിച്ചാൽ നമ്മൾ ബൈക്ക് വാങ്ങിക്കൊടുക്കും. തോറ്റാലോ നമ്മൾ പറയും സാരില്ല, എത്ര കുട്ടികൾ തോക്കുന്നുണ്ടെന്ന് പറയും. നമ്മളെക്കാളും സ്നേഹമില്ലേ പടച്ചോൻ നമ്മളോട്? അപ്പോൾ നമ്മൾ എന്തൊക്കെയോ പടച്ചോനെക്കുറിച്ച് ഇങ്ങനെ തെറ്റായി വിചാരിച്ചിട്ട് ഒരുപാട് മനുഷ്യന്മാരെ നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരുതരം അസൂയ, മതപരമായിട്ട് ഒരു മതകീയമായ അസൂയ നമുക്കുണ്ട്, ഒരു റിലീജിയസ് ജലസി. മറ്റുള്ളവരാരും സ്വർഗത്തിൽ പോകരുത് എന്നുള്ള എന്തൊരു നിർബന്ധം. അങ്ങനെ അവരൊക്കെ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ തന്നെ നമ്മൾ തല്ലി പുറത്താക്കും എന്ന മട്ടിലുള്ളൊരു വാശി. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ദൈവത്തെക്കുറിച്ച് നമ്മൾ വിചാരിക്കേണ്ടത്? നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ സങ്കല്പിക്കുന്ന ദൈവം എത്ര മോശക്കാരനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര മോശക്കാരനാണ് നമ്മുടെ ദൈവം. മുസ്ലിങ്ങളോട് മാത്രം പ്രത്യേകിച്ച് കാരുണ്യം കാണിക്കുന്ന, അവരോട് മാത്രം ഒരു പ്രിവിലേജ് കാത്തു സൂക്ഷിക്കുന്ന, അവരെ ഇങ്ങനെ അങ്ങനെയുള്ളൊരു പക്ഷപാതിയായ ദൈവം എത്ര മോശക്കാരനാണ്. നമ്മുടെ ദൈവം നല്ലവനാണോ? നമ്മുടെ ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കാൻ എന്താ ഉള്ളത് നമുക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെയൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ബ്രഹ്മമാണ് സർവം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞവനെ നരകത്തിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്യുന്ന ഒരു പക്ഷപാതിയായ ദൈവം. അറബി ഭാഷ ഇഷ്ടപ്പെടുന്ന, സംസ്കൃതത്തെ വെറുക്കുന്ന ഒരു ദൈവം. വലിയ താടിയുള്ളവരെ ഇഷ്ടപ്പെടുന്ന, താടി പഠിച്ചവരെ വെറുക്കുന്നൊരു ദൈവം.
എത്ര മോശക്കാരനാണ് നമ്മുടെ ദൈവം, എത്ര കൊള്ളാത്തവനാണ്. ഇങ്ങനൊരു ദൈവസങ്കല്പവും വെച്ചിട്ട് ജീവിക്കുന്ന നമ്മൾ കൊള്ളുന്നവരാവുമോ? നമ്മളെങ്ങനെയാണ് ഈ ലോകത്ത് നല്ലവരായി തീരുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾക്ക് നമ്മുടെ ദൈവത്തെ ഒന്ന് നന്നാക്കിക്കൂടെ? കുറച്ചും കൂടി നല്ലൊരു ദൈവത്തെ സങ്കല്പിച്ചുകൂടെ? നമ്മുടെ അള്ളാഹ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഇഷ്ടപ്പെടുന്ന, ക്രിസ്ത്യാനികളെ ഇഷ്ടപ്പെടുന്ന, കമ്മ്യൂണിസ്റ്റുകാരെ ഇഷ്ടപ്പെടുന്ന ഒരു വിശാലതയുള്ളൊരു ദൈവം. ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മളും വിശാലതയുള്ളവരായിത്തീരും. അതുപോലെ നമ്മുടെ പ്രവാചകൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു പ്രവാചകൻ, നമ്മുടെ വേദം, എല്ലാവർക്കുള്ള വേദം. എന്ത് നല്ല ഒരു സങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എത്ര 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 വലിയ സങ്കല്പം. ഞാനൊക്കെ ഇപ്പം എപ്പോഴും ആലോചിക്കുന്നൊരു സംഗതിയുണ്ട്. എൻ്റെയൊക്കെ കൂടെ പഠിച്ച കുറേ കുട്ടികളുണ്ട്, ആദിവാസി കുട്ടികൾ. എൻ്റെ നാട്ടിൽ ആദിവാസി കോളനിയുണ്ട്. പണിയർ എന്ന് പറയുന്ന വിഭാഗം താമസിക്കുന്ന ഒരു കോളനി എൻ്റെ അടുത്താണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിലാണ്. അപ്പോൾ അവർ സ്കൂളിൽ വരും. അവർ സ്കൂളിൽ വന്നു തുടങ്ങിയ കാലത്താണ് ഞാനൊക്കെ പഠിക്കുന്നത്. അതുവരെ അവരൊന്നും സ്കൂളിൽ വരില്ലായിരുന്നു. ഒരു തരം കാച്ചിയ പിന്നെ വെളിച്ചെണ്ണയുടെ വാസനയുള്ള പിന്നെ അന്ന് കോറ തുണിയാണ് ഇവർക്ക് റേഷനായിട്ട് കൊടുക്കുന്നത്. ആ കോറ തുണിയുടെ കുപ്പായൊക്കെ ഇട്ടിട്ട് വരുന്ന കറുത്ത കുട്ടികളിങ്ങനെ നമ്മുടെ അടുത്തിരിക്കും. എന്ത് നിഷ്കളങ്കരാണ് അവരെന്നറിയോ? ജീവിതത്തിൽ കളങ്കം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് അവർ. ഒരു കളങ്കം അറിഞ്ഞൂടാ. എന്നിട്ട് ഇവരൊക്കെ നരകത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ സ്വർഗം എത്ര മോശമായ സ്വർഗമായിരിക്കും, എത്ര വൃത്തികെട്ട സ്വർഗമായിരിക്കും. നമ്മുടെ ആദിവാസികളൊന്നും ഇല്ലെങ്കിൽ ആ പടച്ചോൻ എന്ത് പടച്ചോനാ? അവനെങ്ങനെ നമ്മൾ പടച്ചോനെന്ന് വിളിക്കുക? ഈ ആദിവാസികളൊന്നും സ്വർഗത്തിൽ പറഞ്ഞേക്കുന്നില്ലെങ്കിൽ. അപ്പോൾ എവിടെയോ നമുക്ക് പഴിച്ചിട്ടില്ലേ? എവിടെയോ നമുക്ക് തെറ്റിയിട്ടില്ലേ? ഇങ്ങനെയുള്ള ഒരു 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 മതസങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എവിടെയാണ് ഒരു മനുഷ്യനാകാൻ പറ്റുക? നിങ്ങൾക്കൊരു മതജീവിയാകാം, പക്ഷെ നിങ്ങൾക്കൊരിക്കലും മനുഷ്യനാകാൻ പറ്റില്ല ഈ വിശ്വാസമായിട്ട്. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മതസങ്കല്പമായിട്ട് ബന്ധപ്പെട്ട് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നത്? ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ഈ ഒരു മതസങ്കല്പവും വെച്ചിട്ട്? അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയുന്നത്, ഈ ഫിഖിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങളിലുള്ള മാനവിക വിരുദ്ധമായ, മൂല്യവിരുദ്ധമായ, ദൈവവിരുദ്ധമായ, ഖുർആൻ വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കൊന്ന് സ്നേഹിച്ചൂടെ മനുഷ്യന്മാരെ? ലോകത്തെ നമ്മളെപ്പോലെ തന്നെ ജനിച്ചവരല്ലേ അവരൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെ നല്ല ദൈവമായി സങ്കല്പിക്കാം. നമ്മുടെ അള്ളാഹുവിനെ ഒരു മതദൈവമല്ല, ഒരു കുലദൈവമല്ല, ഒരു മുസ്ലിം ദൈവമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. മനുഷ്യരുടെ ഇലാഹ്, എല്ലാ മനുഷ്യരെയും. ഈ നാസ് എന്ന പ്രയോഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആരെയും ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. എല്ലാവരുടെയും ഇലാഹ്. ആ ഒരു ഇലാഹി സങ്കല്പത്തിലേക്കല്ലേ നമ്മൾ വരേണ്ടത്. എല്ലാവരുടെയും റബ്ബ്, എല്ലാവരുടെയും മലിക്ക്. അള്ളാഹുവിന് അങ്ങനെയുള്ള ഒരു വിവേചനം ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്ന വിവേചനമല്ലാതെ അള്ളാഹ്ക്ക് ഇവിടെ വിവേചനം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അള്ളാഹുവിനെ കാണുമ്പോഴാണ് നമ്മുടെ ദൈവസങ്കല്പം അർത്ഥവത്തായിത്തീരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ, നേരത്തെ ഇവിടെ റിയാസ്ക പാടിയില്ലേ, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. എത്ര അർത്ഥവത്തായ പാട്ടാണ്. ആരാണത് എഴുതിയത്? വയലാർ എഴുതിയതാണ്. സ്നേഹിക്കുമ്പോഴാണ് ദൈവം ജനിക്കുന്നത് ഉള്ളിൽ. പക്ഷേ നമ്മുടെ മതബോധം നമ്മോട് പറയുന്നത് വെറുക്കാനാണ്. കള്ളുകുടിയനെ അല്ലെങ്കിൽ കൊള്ളക്കാരനെ നമുക്ക് വെറുത്തുകൂടാ. കൊള്ളയെ നമുക്ക് വെറുക്കാം, കൊള്ളയെ നമുക്ക് വെറുക്കാം, തെറ്റിനെ നമുക്ക് വെറുക്കാം. തെറ്റ് ചെയ്യുന്നവനെ നമുക്ക് വെറുക്കാൻ കഴിയില്ല. കാരണം അവൻ ഏതോ ദുർബല നിമിഷത്തിൽ ചെയ്തു പോയതാവും. അവനൊരു പക്ഷേ നന്നായിട്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഏത് മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നിലാവുണ്ട്, ഏത് മനുഷ്യൻ്റെ ഉള്ളിലും ഒരു തിരിയുണ്ട്, മുനിഞ്ഞ് കത്തുന്ന ഒരു തിരിയുണ്ട്. അത് ചിലപ്പോൾ ആളി കത്തും. അങ്ങനെയുള്ളൊരു ദൈവത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്.
ചുരുങ്ങി ചുരുങ്ങി പോവുകയല്ല, വികസിച്ച് വികസിച്ച് മാറുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ പ്രപഞ്ചമാസകലം ദൈവത്തിൻ്റെ കരുണയാൽ നിറഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യരും അവനെ തേടിയാണ് യാത്രയാകുന്നത്. അപ്പോൾ നമുക്ക് ചർച്ചിൽ പോകുന്ന ആളോട് ഇഷ്ടം തോന്നും. രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് വേണ്ടി അമ്മമാരൊക്കെ പോകുമ്പോൾ ഹജ്ജിന് പോകുന്ന ആളെ കണ്ടതുപോലൊരു സന്തോഷം തോന്നും നമുക്ക്. രാവിലെ അമ്പലത്തിൽ പോകുന്ന ആളുകളെ കാണുമ്പോൾ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ശരണം വിളിച്ച് പോകുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. അവരും ഹജ്ജിനാണ് പോകുന്നത്. വേളാങ്കണ്ണിയിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് അവരെന്ത് ചെയ്യുന്നു നമ്മുടെ വിഷയമല്ല, നിങ്ങളത് ചിന്തിക്കണ്ട. മലയാറ്റൂരിലേക്ക് പോകുമ്പോൾ നടന്നിട്ട് പോകുന്ന മലയാറ്റൂരിലെ തീർത്ഥാടകരെ കാണുമ്പോൾ, കുരിശും ചുമന്നിട്ട് പോകുന്ന തീർത്ഥാടകരെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. അവരൊന്ന് ആശ്ലേഷിക്കാൻ തോന്നും നമുക്ക്. ആ ഒരു സ്നേഹ മനസ്സ് ഇങ്ങനെ വിശാലമായി വരിക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ പള്ളിയിൽ 2 ഹിന്ദുക്കളെ കയറ്റിയിട്ട് വലിയ വിപ്ലവം പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ പള്ളിയിൽ ഹിന്ദുക്കളെ കയറ്റും. അങ്ങനെ പറയുന്നതിനേക്കാൾ വലിയ അശ്ലീലയില്ല. നിന്റെ പള്ളി ഹിന്ദുക്കളുടെ പള്ളിയാണ്. നിന്റെ പള്ളി ക്രിസ്ത്യാനികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പള്ളിയാണ്. സ്വന്തം സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ കയറ്റാൻ പറ്റാത്ത പള്ളിയാണ് ഉള്ളത്. സ്വന്തം സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ കയറ്റാൻ പറ്റാത്ത പള്ളിയാണ്. സ്ത്രീകൾക്ക് വേറെ വാതില, ഇടുങ്ങിയ വാതിൽ. പിറകിലൂടെ പോകണം, മുന്നിലൂടെ പോകാൻ പറ്റൂല. അങ്ങനെയല്ലേ നമ്മൾ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദൈവസങ്കല്പത്തെ നാം ഒന്ന് ഒരു റീക്രിയേറ്റ് ചെയ്യണം. ഇസ്ലാമിൻ്റെ വർണ്ണമുള്ള, മുസ്ലിം വർണ്ണമുള്ള, മതവർണ്ണമുള്ള ആ അള്ളാഹു അല്ല സാക്ഷാൽ അള്ളാഹു. മറിച്ച് പ്രപഞ്ചത്തെ ആകമാനം സ്നേഹത്തോടെ ഉൾക്കൊള്ളുന്ന, ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാസ്നേഹത്തിൻ്റെ പേരാണത്. അങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്. അത് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഖലീലായി മാറും. ഖലീലുല്ലാ എന്ന് പറയുന്ന ഇബ്രാഹിം നബി ഉണ്ടല്ലോ. ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന് പേര് വന്ന് എന്തുകൊണ്ടാണെന്നറിയാം? ഇബ്രാഹിം നബി ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇബ്രാഹിം നബി ഹിന്ദുക്കളുടെ ആചാര്യനാണ്. ഇബ്രാഹിം നബി ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും ആചാര്യനാണ്. ഇബ്രാഹിം നബി മുസ്ലിങ്ങളുടെ ആചാര്യനാണ്. എല്ലാ മതവൈവിധ്യങ്ങളും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ സുഹൃത്തായിത്തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അബ്രഹാം എന്ന പേര് ബ്രാഹ്മണൻ എന്ന പദവുമായി ബന്ധപ്പെടുന്നത്, ബ്രഹ്മാവ് എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെടുന്നത്, ബ്രഹ്മം എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇബ്രാഹിം നബിയായി തീരുന്നത്. എല്ലാ മതവൈവിധ്യങ്ങളും ഒരു ബിന്ദുവിൽ, പിരമിഡ് പോലെ ഒരു ബിന്ദുവിൽ ചേരുമ്പോൾ അദ്ദേഹം ഖലീലുള്ളയായി തീരുന്നു. ഖലീലുള്ളയായി മാറുക എന്നുള്ളതാണ്. നിങ്ങളൊരു മുസ്ലിം മാത്രമായി ജീവിക്കുമ്പോൾ, അതായത് നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രമായി ഇഷ്ടപ്പെടുന്ന ഒരാളായി തീരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഖലീലായി തീരുന്നില്ല. നിങ്ങളെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നയാളായി നിങ്ങൾ മുസ്ലിം ആകണം. അടിയുറച്ച മുസ്ലിമായി കൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ ദർശനങ്ങളും നന്മയുടെ മാർഗത്തിലാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഖലീലാകാൻ പറ്റും. ഖലീലായി തീരുക എന്നുള്ളത് ലക്ഷ്യമാകണം. അങ്ങനെയാണ്. അപ്പോൾ മനുഷ്യൻ എന്നത് മഹാസത്യമാണ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണെന്ന് പറയലല്ല. അള്ളാഹു ഏകനാണെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അത് ഈ പ്രപഞ്ചത്തിൻ്റെ മഹാസത്യമാണ്. പിന്നെയോ മനുഷ്യരേകനാണെന്ന് പറയലാണ് തൗഹീദ്. വഹദ യുവഹിദ് തൗഹീദ്. ആ വാക്കിൻ്റെ അർത്ഥം ഒന്നാക്കുക എന്നുള്ളതാണ്. പലതായതിനെ ഒന്നാക്കലാണത്. പലതായി നിൽക്കുന്ന മനുഷ്യവിഭാഗങ്ങളുണ്ട്. മതമായിട്ട്, ജാതിയായിട്ട്, വർണ്ണമായിട്ട്, ദേശമായിട്ട്, ഭാഷയായിട്ട്. ആ പലതായ എല്ലാറ്റിനെയും ഒന്നാക്കി മാറ്റുക എന്നുള്ളതാണ് തൗഹീദ്. ആ തൗഹീദിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഞാൻ നേരത്തെ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ ഫിഗറായിട്ടുള്ള അള്ളാഹു ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു ന്യൂമറിക്കൽ ഫിഗറിലേക്ക് പോയിട്ട് നമ്മൾ ആ ഒന്നിനെ സാധൂകരിക്കാൻ ശ്രമിക്കും. ഒന്നിനെ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്പറിൽ പിടിച്ച് കളിക്കുകയാണ്. അള്ളാഹു ഒന്നാണോ രണ്ടാണോ? പ്രശ്നമല്ലാത്ത ഒന്നിനെ പ്രശ്നവൽക്കരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അള്ളാഹു ഒന്നുമല്ല രണ്ടുമല്ല. അള്ളാഹു ഈ ലോകത്ത് അള്ളാഹു മാത്രമായിട്ടാണുള്ളത്.
സൃഷ്ടാവ് മാത്രമായിട്ടാണത് ബ്രഹ്മാവ്, കർത്താവ് എന്ന് പറയുന്ന ആ ഒന്നായിട്ടാണുള്ളത്. അത് ന്യൂമറിക്കൽ ഒന്നല്ല, അത് അങ്ങനെയാണ്. ഒന്നാക്കേണ്ടത് മനുഷ്യരെയാണ്. അതാണ് പ്രവാചകന്മാർ ചെയ്തത്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഒന്നാണ്, നിങ്ങളൊന്നാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് ഗുരു പറയുന്നത് അങ്ങനെയാണ്. മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ ഒന്നാക്കലിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, ഒന്നാകലിൻ്റെ സൗന്ദര്യം. ഇതൊന്നും മതസൗഹാർദ്ദ പ്രസംഗമായിട്ട് കണക്കൂട്ടരുത് കേട്ടോ. ഇതൊന്നും മതസൗഹാർദ്ദ പ്രസംഗമല്ല. ഇവിടെ കേൾക്കാൻ ഒരു ഹിന്ദു പോലും ഇല്ല, ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല. ഇവിടെ ഇരിക്കുന്നവരൊക്കെയും 100% മുസ്ലിങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതാണ് ഇസ്ലാം. ഞാനീ പറയുന്നതാണ് ഇസ്ലാം. നിങ്ങൾക്ക് ഒരു മുസ്ലിമിനെ പോലെ ഒരു ഹിന്ദുവിനെ, മസ്ജിദ് പോലെ അമ്പലത്തിനെ, ഖുർആൻ പോലെ ഗീതയെ, മുഹമ്മദിനെ പോലെ നാരായണ ഗുരുവിനെ അല്ലെങ്കിൽ ശങ്കരനെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയാത്ത കാലത്തോളം നിങ്ങൾ മുസ്ലിം ആവില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാലത്തോളം മുസ്ലിം ആവില്ല. ഏതെങ്കിലും ഒരു കോണിൽ വർഗീയതയുടെ അല്ലെങ്കിൽ ശുദ്ധിവാദത്തിൻ്റെ, മേന്മാവാദത്തിൻ്റെ അംശം അവശേഷിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയാണ് ആയിത്തീരേണ്ടത്. റമദാനും നോമ്പും ഹജ്ജും നിസ്കാരവും ഒക്കെ നമ്മെ ഈ ഒരു വിശാലതയിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ്, ഉപാധികളാണ്. അങ്ങനെയാണ് ആയിത്തീരേണ്ടത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവട്ടെ. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം.